എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമുക്കറിയാം, നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയണമെങ്കിൽ അവിടെ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എനിക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നെങ്ങനെയാണ് പറയുന്നത്? പ്രശ്നങ്ങൾ എന്ന് പറയാൻ പ്രോബ്ലംസ്, പരിഹരിക്കുക എന്ന് പറയാൻ സോൾവ്. സോ ഇതെങ്ങനെ പറയും? ഐ ക്യാൻ സോൾവ് ദീസ് പ്രോബ്ലംസ്. ഐ ക്യാൻ സോൾവ് ദീസ് പ്രോബ്ലംസ്. എനിക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, എനിക്കത് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ് പറയുന്നത്? ഐ ക്യാൻ ഡു ദാറ്റ്. ഐ ക്യാൻ ഡു ദാറ്റ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. സോ ഐ ക്യാൻ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിയും എന്നാണ്. ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഐ ആം ഏബിൾ ടു ഡു ദാറ്റ്. ഐ ആം ഏബിൾ ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് മീനിങ്. ഏബിൾ എന്ന് പറഞ്ഞാൽ കഴിവുള്ള എന്നുള്ള മീനിങ് ആണ്. സോ ഐ ആം ഏബിൾ ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് മീനിങ്. ഈ ഏബിൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓക്സിലറി വേർബ് അല്ലെങ്കിൽ സഹായക ക്രിയ വേണം. ഇനി അവനത് ചെയ്യാൻ കഴിയും എന്നാണെങ്കിൽ അവിടെ ഹി ഈസ് ഏബിൾ ടു ഡു ദാറ്റ് എന്ന് പറയും. ഹി ഈസ് ഏബിൾ ടു ഡു ദാറ്റ്. ഇവിടെ ഈസ് വന്നത് ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ്. ഇനി ഇത് തന്നെ വേറൊരു രീതിയിൽ നമ്മൾ പറയത്തില്ലേ, എനിക്കത് സാധ്യമാണ്. അപ്പോൾ സാധിക്കുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോസിബിൾ എന്നാണ്, അല്ലേ? അപ്പോൾ എനിക്കത് സാധ്യമാണ് എന്നെങ്ങനെ പറയും? ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ. ഫോർ മീ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നാണ്. സോ എനിക്കത് സാധ്യമാണ് എന്ന് പറയാനാണ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ. ഇനി അടുത്തത്, ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയും. അതെങ്ങനെ പറയും? തിരിച്ചറിയുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യുക എന്നാണ്. സോ വി ക്യാൻ റെക്കഗ്നൈസ് യു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയും എന്നാണ്. വി ക്യാൻ റെക്കഗ്നൈസ് യു. ഇനി അടുത്തത്, എനിക്ക് ഈ സന്ദർശനം മറക്കുവാൻ കഴിയില്ല. അപ്പോൾ കഴിയും എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ കഴിയില്ല. അപ്പോൾ എന്ത് വ്യത്യാസം വരും? ക്യാൻ എന്നുള്ളത് കനോട്ട് ആകും. ഈ കനോട്ടിനെ ഷോർട്ടാക്കി നമുക്ക് കാണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് പറയേണ്ടത് എനിക്ക് ഈ സന്ദർശനം മറക്കാൻ കഴിയില്ല എന്നാണ്. സന്ദർശനം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് വിസിറ്റ്. മറക്കുക എന്ന് പറയാൻ ഫോർഗെറ്റ്. അപ്പോൾ എനിക്ക് ഈ സന്ദർശനം മറക്കാൻ കഴിയില്ല എന്നെങ്ങനെ പറയും? ഐ കാൺട്ട് ഫോർഗെറ്റ് ദിസ് വിസിറ്റ്. ഐ കാൺട്ട് ഫോർഗെറ്റ് ദിസ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സന്ദർശനം മറക്കാൻ കഴിയില്ല എന്നാണ് മീനിങ്. അടുത്തത്, പണമില്ലാതെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല. അതെങ്ങനെ പറയും? വാങ്ങുക എന്ന് പറയാൻ ബൈ ആണ്. സാധനങ്ങൾ എന്ന് പറയാൻ തിങ്സ്. വി കാൺട്ട് ബൈ തിങ്സ് വിത്തൗട്ട് മണി. വിത്തൗട്ട് മണി എന്ന് പറഞ്ഞാൽ പണമില്ലാതെ. സോ പണമില്ലാതെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല എന്ന് പറയാൻ വി കാൺട്ട് ബൈ തിങ്സ് വിത്തൗട്ട് മണി. ഇനി അടുത്തത്, എനിക്കിത് ഉയർത്തുവാൻ അല്ലെങ്കിൽ പൊക്കുവാൻ കഴിയില്ല എന്ന് പറയണം. പൊക്കുക എന്ന് പറയാൻ ലിഫ്റ്റ്. ഐ കാൺട്ട് ലിഫ്റ്റ് ഇറ്റ്. ഐ കാൺട്ട് ലിഫ്റ്റ് ഇറ്റ്. എനിക്ക് ഇത് പൊക്കുവാൻ കഴിയില്ല എന്നാണ് മീനിങ്. ഇനി നമുക്ക് ചോദ്യം ചോദിക്കണം. അതായത് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണം. ഇത് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിനക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. ബൈക്ക് ഓടിക്കുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് റൈഡ് ബൈക്ക് എന്നാണ്. റൈഡ് ബൈക്ക്. അപ്പോൾ നിനക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു റൈഡ് എ ബൈക്ക്? ക്യാൻ യു റൈഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുമോ. ഇനി ഇത് തന്നെ നമുക്ക് ഏബിൾ വെച്ചും ചോദിക്കാം. ആർ യു ഏബിൾ ടു റൈഡ് എ ബൈക്ക്? ആർ യു ഏബിൾ ടു റൈഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാലും നിനക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുമോ എന്നാണ്. ഇനി അടുത്തത്, നിനക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണം. സോ നമ്മളിപ്പം ഈ പറഞ്ഞ 3 രീതിയിൽ നമുക്കിത് ചോദിക്കാം. ഏതൊക്കെയാണ്? ഒന്ന്, ക്യാൻ യു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ? ക്യാൻ യു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ എന്നാണ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ആർ യു ഏബിൾ ടു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ? ആർ യു ഏബിൾ ടു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ? ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ? സോ അറ്റൻഡ് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുക എന്നാണ്. പിന്നെ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു എന്ന് പറഞ്ഞാൽ എന്താണ്?
അത് നിനക്ക് സാധ്യമാണോ എന്നാണ്. സോ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ നിനക്ക് സാധ്യമാണോ എന്നാണ് മീനിങ്. ഇനി നമുക്കറിയാം ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ് അല്ലേ. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, കഴിഞ്ഞു എന്ന് പറയാൻ കുഡ് യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് പോകുവാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയും? പോവുക എന്ന് പറയാൻ ഗോയാണ്. ഐ കുഡ് ഗോ, എനിക്ക് പോകുവാൻ കഴിഞ്ഞു. ഐ കുഡ് ഗോ. ഇനി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ക്യാനിന് പകരം നമ്മൾ ആം ഏബിൾ അല്ലെങ്കിൽ ഈസ് ഏബിൾ, ആർ ഏബിൾ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്നല്ലേ. ഇത് തന്നെ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ എന്ത് വ്യത്യാസം വരും? വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ഏബിൾ പറയുക. അപ്പോൾ എനിക്ക് പോകുവാൻ കഴിഞ്ഞു എന്ന് പറയാൻ ഐ വാസ് ഏബിൾ ടു ഗോ. ഐ വാസ് ഏബിൾ ടു ഗോ എന്ന് പറഞ്ഞാലും എനിക്ക് പോകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് മീനിങ്. ഐ വാസ് ഏബിൾ ടു ഗോ. ഇനി അടുത്തത് എനിക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞു. അതെങ്ങനെ പറയും? ഐ കുഡ് ഹെൽപ്പ് ഹിം. ഐ കുഡ് ഹെൽപ്പ് ഹിം. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക. സോ ഐ കുഡ് ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞു എന്നാണ് മീനിങ്. ഇനി നമുക്കറിയാം കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ കുഡിൻ്റെ കൂടെ നോട്ടോട് ചേർത്താൽ മതി. കുഡിൻ്റ് എന്ന് വെച്ച് പറഞ്ഞാൽ മതി. സോ അതായത് നിനക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലാക്കുക എന്ന് ഇംഗ്ലീഷ് പറയുന്നത് എങ്ങനെയാണ്? അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നിനക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ യു കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹിം. യു കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹിം എന്ന് പറഞ്ഞാൽ നിനക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. യു കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹിം. ഇനി അടുത്തത് എനിക്ക് അവനെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കണ്ടെത്തുക എന്ന് ഇംഗ്ലീഷ് പറയുന്നത് എങ്ങനെയാണ്? ഫൈൻഡ്. അപ്പോൾ ഐ കുഡിൻറ്റ് ഫൈൻഡ് ഹിം എനിവേർ. ഐ കുഡിൻറ്റ് ഫൈൻഡ് ഹിം എനിവേർ. എനിവേർ എന്ന് പറഞ്ഞാൽ എവിടെയും. സോ എനിക്ക് എവിടെയും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയാനാണ് ഐ കുഡിൻറ്റ് ഫൈൻഡ് ഹിം എനിവേർ. പിന്നെ നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെങ്ങനെയാണ് പറയുന്നത്? വിശ്വസിക്കുക എന്ന് പറയാൻ ബിലീവ്. അപ്പോൾ എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഐ കുഡിൻറ്റ് ബിലീവ് മൈ ഐസ്. ഐ കുഡിൻറ്റ് ബിലീവ് മൈ ഐസ്. മൈ ഐസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ. സോ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാനാണ് ഐ കുഡിൻറ്റ് ബിലീവ് മൈ ഐസ്. ഇനി അടുത്തത് എനിക്ക് അവൻ്റെ പേരോർക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെ പറയും? ഓർക്കുക എന്ന് പറയാൻ റിമെമ്പർ എന്നാണ്. സോ എനിക്ക് അവൻ്റെ പേരോർക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ ഐ കുഡിൻറ്റ് റിമെമ്പർ ഹിസ് നെയിം. ഐ കുഡിൻറ്റ് റിമെമ്പർ ഹിസ് നെയിം. എനിക്ക് അവൻ്റെ പേരോർക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് റിമെമ്പർ ഹിസ് നെയിം. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.